കർത്താവെ, എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എനിക്ക് നൽകിയ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നാളിതുവരെ ഞാൻ അർപ്പിച്ച ഓരോ പരിശുദ്ധ ബലികളുടെയും അനന്ത യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ അനുവാദത്തോടെ സംസാരിച്ച ഓരോ വചനത്തിൻ്റെയും ശക്തിയിൽ 100% വിശ്വസിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഇവർ കടന്നു പോകുന്ന വേദനകളെ, സഹനങ്ങളെ, സങ്കടങ്ങളെല്ലാം അപ്പാ എനിക്ക് മനസ്സിലാവുന്നില്ല. പിതാവേ, നിനക്ക് നിന്റെ മക്കളുടെ സങ്കടങ്ങളെല്ലാം അറിയാമല്ലോ. നിങ്ങളുടെ കരം ഇവരുടെ മേലേക്ക് നീട്ടണമേ. ഇന്ന് കേട്ട ഓരോ വചനവും വിശ്വസിക്കാൻ, വീണ വിത്ത് ഫലം ചൂടാൻ അങ്ങ് തന്നെ അവരെ ഒരുക്കണമേ. ഈ ചില്ലകൾ ഒടിയുമ്പോൾ, ഈ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ, ഈ വലിയ കുലുക്കവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന സമയങ്ങൾ വരുമ്പോൾ, പിടിച്ചു നിന്ന മണ്ണ് കാൽച്ചോട്ടിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ആശ്രയം പിടിച്ചു നിന്നിരുന്ന ആ മരക്കം പൊടിഞ്ഞു പോകുമ്പോൾ, കൈവിടാതെ ചിറകുകളിൽ താങ്ങുന്ന അങ്ങയുടെ സാന്നിധ്യം കാണാൻ അങ്ങയുടെ മക്കൾക്ക് വലിയ കൃപ ലഭിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരം ഈ മക്കളുടെ മേലേക്ക് നീട്ടണമേ. കേട്ട വചനത്തിന്റെ മുഴുവൻ ശക്തി മക്കളിലേക്ക് നിറയ്ക്കണമേ. ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവർ ഈ വചനം കേൾക്കുന്ന ഈ സാഹചര്യങ്ങളിലേക്ക്, ഇവരുടെ മനസ്സിന്റെ വ്യാപാരങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, പ്രതീക്ഷകളിലേക്ക്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളിലേക്ക്, രോഗപീഠകളിലേക്ക് അങ്ങയുടെ കരം നീട്ടണമേ. ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ലപ്പാ. പാവപ്പെട്ട മക്കളാണ്. സഹായിക്കാൻ അങ്ങ് കരം നീട്ടി ഇവിടെ ഉണ്ട്. അങ്ങ് ഈ അന്തരീക്ഷത്തിൽ ഉണ്ട്. ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന സ്ഥലങ്ങളിൽ, ഈ വചനം ഞങ്ങൾ സംസാരിക്കുന്നിടത്ത് അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ അറ്റ്മോസ്ഫിയറിലുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. കർത്താവെ, ആലയത്തിൽ മുഴങ്ങിക്കേട്ട എല്ലാ വചനത്തിൻ്റെ ശക്തി മുഴുവനും ടാപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ശക്തി അങ്ങയുടേത് മാത്രമാണ്. സങ്കീർത്തനം 62:11 ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, 2 തവണ ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. 2 കൊരിന്ത്യർ 4:7 പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. ഈശോയെ, ഈ കൂട്ടായ്മ മുഴുവനും ഇത് വിശ്വസിക്കുന്നു. ശക്തി അങ്ങയുടേതാണ്. ശക്തി അങ്ങയുടേത് മാത്രമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന അങ്ങയുടെ മക്കളെ മുഴുവനും ഈ സമയം അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന്, ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെയും പൗരോഹിത്യത്തോട് ചേർന്ന് നിന്ന്, പ്രിയപ്പെട്ട ജോസഫ് അച്ഛനോട്, ജോബി അച്ഛനോട്, ലിജോ അച്ഛനോട്, നോബൽ അച്ഛനോട്, അഭിജിത്ത് അച്ഛനോട്, ഇബിൻ അച്ഛനോട്, ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെയും കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഈശോയുടെ പരിശുദ്ധ നാമം നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധ കുരിശ് നിങ്ങൾക്ക് ശക്തിയായി ഭവിക്കട്ടെ. നിങ്ങളുടെ പരിശുദ്ധ നാമം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും മഹത്വപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.